ലെജിസ്ട്രേഷനും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗൈസ്, പുറകിൽ കാണുന്ന ഓർക്കണ്ട, നമ്മുടെ തോട്ടിന്ന് ഉപ്പുവെള്ളം കയറിയിട്ട് ആകെ ചെടിയൊക്കെ ഉണങ്ങിപ്പോയി, ആകെ ഒരു ദുർബല അവസ്ഥയൊക്കെയായി. ആ തൊടിയെന്നാണ് കേട്ടോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഉപ്പുവെള്ളം കയറിയത്. ഓക്കെ, അപ്പൊ ഗൈസ് ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ചെടികൾ ഉണങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡിസ്കോ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിസ്കോടെ ഞാൻ വിളിക്കാം കേട്ടോ. ഡിസ്കോ, ഓക്കെ, ബാ ഡിസ്കോ. പാവം ഓടിപ്പോണ്. ശങ്കറിന് പുറകെയാണ് നടക്കണേ. ഡിസ്കോ, ബാ ക്യാമറയിലോട്ട് വെക്കും. കുട്ടിയാ? ഓക്കെ, അവനവിടെ ഉണ്ട്. ഓക്കെ, അവന് പാല് താഴുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഊഞ്ഞാലാടുകയാണ്. നല്ല രസത്തിൽ എനിക്ക് ഊഞ്ഞാലാടുന്നത് വലിയ പിടുത്തല്ലായിരുന്നു. പിന്നെ എന്താ ചേട്ടൻ ഇങ്ങനെ ഊഞ്ഞാലാടി കാണും, ഞാൻ ഊഞ്ഞാലാടും. പിന്നെ തൊടേക്ക് ഊഞ്ഞാലോട് ഭയങ്കര എടുപ്പാ. ഓക്കെ, ഞാൻ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് വലിയ സ്പീഡിലൊന്നും ഊഞ്ഞാലാടാൻ അറിയില്ല കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെ നടന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഊഞ്ഞാലാടുകയാണ്. അടിപൊളിയായിട്ടുണ്ട് ഊഞ്ഞാലാടലൊക്കെ. എനിക്ക് ഒരു കാര്യം ആലോചിച്ചിട്ട് ചിരി വരുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ ഡിസ്കോ അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ ഡിസ്കോ നമ്മുടെ മരയുടെ പൊളിക്കുന്നു. ഓക്കെ, പാപം എന്തോ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവനിങ്ങനെ നടക്കില്ല, അതെനിക്കറിയാം. പാപം. കമ്മ വരുന്നല്ലേ. ഓക്കെ, അപ്പൊ ഗൈസ് ഇനി നാക്കിന് നല്ല നീട്ടമുള്ള നാക്കാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഊഞ്ഞാലയിൽ ഇരുന്നു. ഓക്കെ, ഊഞ്ഞാലാടുകളൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ആടിയാണെങ്കിലും അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാവരും നാടുന്നു കേട്ടോ. ഓക്കെ, ഞങ്ങളുടെ വീട്ടില് നമ്മൾ കിട്ടിയ ഊഞ്ഞാലാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ വീട്ടിലും കൂടെ ഊഞ്ഞാലൊന്ന് കെട്ടി വെക്കും. പിന്നെ നിങ്ങൾ ആ ഊഞ്ഞാലയുടെ കഴുത്തുനിന്ന് ഓയിലുണ്ടാവും. രാത്രിക്ക് രസമുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഓല ഉണ്ട്, ഓലയിൽ കുണ്ടും കുഴിയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്ത് നോക്കല്ലേ, അല്ല പാമ്പും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അമ്മ. ഓക്കെ, ഞാൻ ഇങ്ങനെ പോവാണ്. നല്ല കുണ്ടും കുഴി ഉണ്ട് എന്റെ പൊന്നെ. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലും ഒരുപാട് ഓലയൊക്കെ കിടപ്പണമെങ്കിൽ, അതായത് ഒരുപാട് ഓല ഇങ്ങനെ പൊക്കത്തിൽ ഇങ്ങനെ കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് അടുത്തേക്കൊന്നും പോയി മുകളിലോട്ടൊന്നും കയറരുത്. കാരണം വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഒന്നാമത് കൊറോണയാണ്. അപ്പൊ അതിൻ്റെ ഒപ്പം പാമ്പും ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓലയുടെ മുകളിലൊക്കെ ഒന്നും ആരും കയറരുത്. പിന്നെ ഇവിടെ തന്നെ കൽപ്പൊടിയൊക്കെ കിടപ്പുണ്ട്. ഡിസ്കോ, ഇവിടെ വാ, നീ നടക്കാൻ വാ. ഓക്കെ, അവൻ വരുന്നില്ല എന്നാ. ഓക്കെ, നല്ല വലിയ മരമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തെങ്ങാണ്, തെങ്ങ്. ഓക്കെ, ഇവിടെ 2-3 പരുത്തി മരം ഉണ്ട്. നമ്മുടെ വേലി കെട്ടി കാണുന്നുണ്ട്. പുറത്തുള്ള കാഴ്ചകളാണ്. തോടൊക്കെ ആകെ നാശമായി.
വൃത്തികേടായി. ഒരുപാട് ഇലകളും എല്ലാം കൂടി ഉണ്ട്. പിന്നെ തണുപ്പ് കാലമൊക്കെ ആയതുകൊണ്ട് ഇലകളൊക്കെ ഒരുപാട് കാറ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇലകളൊക്കെ പറന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട്. നമ്മുടെ വേലിയിലൊക്കെ ഒരു ഹോള് വീണ് വെച്ചിട്ടുണ്ട്. നമ്മൾ തെങ്ങ് മുറിച്ചപ്പോൾ ഹോള് വീണാണ്. ഓക്കെ, എന്തേ ഹോളിൻ്റെ ഉള്ളിൽ പോയിരുന്നു കൂടെ. ആഹാ, നല്ല സുഖമുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആദ്യം നമ്മുടെ ഡിസ്കോ വന്നല്ലോ, പാവം. ഓക്കെ, എന്തോ കൂടായി അല്ല എന്തോ സംഗതി ഒപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ അവൻ ഇങ്ങോട്ട് വരില്ല. ഓക്കെ, ഞങ്ങളിതേ ഇപ്പം നടക്കുകയാണ്. ഓക്കെ, അവൻ ചിലരുടെ മുകളിലൊക്കെ കയറി. അടിപൊളി. അവൻ്റെ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയ ഓക്കെ, നമ്മളിത് ഇങ്ങനെ നടക്കുകയാണ്. കൂട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതൊന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ കൂടിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അത് ഇങ്ങനെ കയറിയില്ല, യൂട്യൂബിൽ അപ്ലോഡായില്ല. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഡിസ്ക് ക്യാമറയിലേക്ക് മുട്ടി. ഓക്കെ, നമ്മൾ അപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ക്യാമറയിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടൊന്നും നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മളിപ്പോൾ തൊട്ടപ്പുറത്തുള്ള രാധാമ്മയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ഈ ഔട്ട്രോന്ന് ഇവിടെ വെച്ച് തന്നെ ഔട്ട്രോ എടുക്കാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും വന്നാൽ ഒന്ന് എടുത്തിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതുപുത്തൻ വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും സീ യു.